ഭാവി പ്രവചിക്കാനുള്ള ഒരു രഹസ്യം നിങ്ങൾക്ക് പറയട്ടെ. ഒരു വിദ്യാർത്ഥി അയാൾ PSC എക്സാം ജയിച്ച് ഒരു ജോലിയിലേക്ക് കയറുമോ ഇല്ലയോ എന്ന് പ്രവചിക്കാൻ വളരെ എളുപ്പമാണ്. ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. എന്താണ് കാര്യം? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് PSCയിൽ ടോപ്പ് റാങ്ക് അടിക്കുന്നത്. അല്ല, നന്നായി പഠിക്കുന്ന ആൾക്കാരും തോക്കാറുണ്ട്. ഇവിടെ ഒരു വ്യക്തി ജയിക്കുമോ തോക്കുമോ എന്ന് അറിയാനായി അയാൾ എത്രത്തോളം പഠിക്കുന്നു എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്, അയാൾ എത്രത്തോളം റിവിഷൻ നടത്തുന്നു എന്നതാണ്. ബിക്കോസ് ഒരുവിധം സീരിയസ് ആയ PSC ആസ്പിറൻസ് എല്ലാവരും കുത്തിയിരുന്ന് പഠിക്കും. പക്ഷെ ഇതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സിസ്റ്റമാറ്റിക് ആയി റിവിഷൻ നടത്തുള്ളൂ. റിവിഷൻ നടത്തിയാൽ മാത്രമേ പഠിച്ച പോയിന്റുകൾ എക്സാം ഹോളിൽ നമുക്ക് മാർക്കായി കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പഠിച്ച പോയിന്റുകൾ ഓർമ്മയിൽ വന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അതിനുള്ള ഒരേ ഒരു മാർഗം പ്രോപ്പർ റിവിഷൻ ആണ്. എങ്ങനെ റിവിഷൻ നടത്തണം എന്നുള്ള വീഡിയോ നമ്മൾ ഈ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഓർക്കുക, നിങ്ങൾ മത്സരിക്കുന്നത് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയുമായല്ല, ഏറ്റവും കൂടുതൽ റിവിഷൻ നടത്തുന്ന മറ്റൊരു വിദ്യാർത്ഥിയുമായാണ്. നിങ്ങളുടെ പഠനവും നിങ്ങളുടെ സ്വപ്ന ജോലി ഇതിനെ ബന്ധിപ്പിക്കുന്ന പാലമാണ്, ഒരു ബ്രിഡ്ജ് ആണ് റിവിഷൻ എന്ന് പറയുന്നത്. പാലം പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, പാലം കടന്നാൽ മാത്രമല്ലേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു റിവിഷൻ പ്ലസ് ടെസ്റ്റ് സീരീസ് ബാച്ച് ആരംഭിച്ചത്. മാതൃകാ പരീക്ഷകൾ നടത്തുന്നതിനോടൊപ്പം തന്നെ പീരിയോഡിക്കൽ റിവിഷൻ, ഹോട്ട് ടോപ്പിക്കുകൾ ടച്ച് ചെയ്ത് പോകുന്ന റിവിഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ബാച്ചിൽ ലഭ്യമാണ്. കാര്യം വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക്, അതും ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബാച്ചിന്റെ ഭാഗമാവുന്നതാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ടെസ്റ്റ് ഫ്രീ ആണ്. നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം ഞങ്ങൾ എത്രത്തോളം റിസർച്ച് ചെയ്താണ് ഈ ഒരു പ്രോജക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ പഴുതടച്ച് പഠിക്കാൻ ബാച്ചിലോട്ട് വായോ. ബ്രൂസിലിയുടെ ഒരു വാചകം പറഞ്ഞ് നമുക്ക് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം അല്ലെ. ബ്രൂസിലി പണ്ട് പറയുന്നുണ്ട്, എനിക്ക് 100 ടൈറ്റ് കിക്ക് അല്ലെങ്കിൽ പഞ്ച് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തി എനിക്ക് പേടിയില്ല, പക്ഷേ ഒരൊറ്റ കിക്ക് 100 തവണ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയെ എനിക്ക് പേടിയാണ് എന്ന് ബ്രൂസ്ലി പോലും പറഞ്ഞിട്ടുണ്ട്. അതാണ് റിവിഷൻ. ഒരേ ടോപ്പിക് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തി മൂർച്ച കൂട്ടേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്. ഈ രീതിയിൽ പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ കമന്റ് സെക്ഷനിൽ റിവിഷൻ എന്ന് കമന്റ് ചെയ്യുക. അടിപൊളി പഠിച്ചു തുടങ്ങുക.